കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ തെരുവുനായ ശല്യത്തിൽ ADMന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. റെയിൽവേ, പോലീസ്, കോർപ്പറേഷൻ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 24 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. യോഗത്തിന് ശേഷമുള്ള പ്രതികരണം. ഡിപ്പാർട്ട്മെന്റ്, വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് തെരുവുനായ ശല്യം ശാശ്വതമായി എങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയിട്ട് ആലോചിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്നിവിടെ മീറ്റിംഗ് ചേർന്നു. ഈ യോഗത്തിൽ എന്നോടൊപ്പം പാലക്കാട് നിന്ന് ചീഫ് മെഡിക്കൽ സൂപ്രണ്ട്, സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ, ഡിവിഷണൽ എൻവറോൺമെൻറ്റ് ആൻഡ് ഹൗസ് കീപ്പിംഗ് മാനേജർ, അതുപോലെ തന്നെ കണ്ണൂർ സ്റ്റേഷനിലെ റെയിൽവേ ഉദ്യോഗസ്ഥർ, മറ്റ് മുൻപ് പറഞ്ഞ സംസ്ഥാന സർക്കാരിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അധികാരികൾ എത്തിച്ചേർന്നിരുന്നു. ഞങ്ങളെല്ലാം ഇവിടെ ഒത്തുചേർന്ന് സംസാരിച്ചത് ഈ തെരുവുനായ ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും റെയിൽവേ ഭാഗത്തു നിന്ന് വേണ്ടത് ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കി അവയെ ക്രിയാത്മകമായിട്ട് എല്ലായിടത്തും മാലിന്യം സംസ്കരിക്കണം, എവിടെയെങ്കിലും അതിനെ പുറന്തള്ളണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, യാത്രക്കാർ അവരുടെ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും തെരുവുനായകൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് അവരെ ബോധവൽക്കരിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ എന്നിവ മറ്റ് ചുറ്റുപാടുമുണ്ട്. അവരും ഇക്കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അവർ ഭക്ഷണ സാധനങ്ങളെല്ലാം റോഡിൽ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്കറിയാം, ഇത് കണ്ണൂരിലെ മാത്രമല്ല, അവിടെ കടി ഉണ്ടതുകൊണ്ട് പ്രശ്നമെന്നുള്ളൂ. മിക്ക റെയിൽവേ സ്റ്റേഷനിലും ഇങ്ങനെ തെരുവുനായ ശല്യമുണ്ട്.